ശ്രീലങ്കൻ യുവതി ശശികലയും സന്നിധാനത്തെത്തി ദർശനം നടത്തിയെന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് CPMന്റെ ഔദ്യോഗിക ചാനലായ കൈരളി TVയും ദേശാഭിമാനി പത്രവുമാണെന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. കനകദുർഗയും ബിന്ദുവും മല കയറിയതിന് പിന്നാലെ ഇപ്പോൾ ശ്രീലങ്കയിൽ നിന്നെത്തിയ ശശികലയും സന്നിധാനത്തെത്തി ദർശനം നടത്തിയെന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. കനകദുർഗയും ബിന്ദുവും മല കയറിയതിന് പിന്നാലെ ഉണ്ടായ സംഘർഷങ്ങൾ അലയടിക്കുന്നതിനിടെ ശ്രീലങ്കയിൽ നിന്നും മല ചവിട്ടാനായി 47കാരി ശശികല എത്തിയ വാർത്ത ഇന്ന് രാവിലെയാണ് പുറത്തു വന്നത്. എന്നാൽ ശശികലയെ മരക്കൂട്ടത്തു നിന്ന് പോലീസ് തിരിച്ചയച്ചു എന്നായിരുന്നു ആദ്യം കിട്ടിയ വിവരം. ഇവരുടെ ഭർത്താവും മകനും ദർശനം നടത്തി ശശികലയെ തിരിച്ചയച്ചു എന്നാണ് പോലീസ് വെളിപ്പെടുത്തിയിരുന്നത്. ഇന്നലെ രാത്രി 9:30യോടെയാണ് ശശികലയും കുടുംബവും ശബരിമല ദർശനത്തിനെത്തിയത്. വ്രതമെടുത്താണ് താൻ ദർശനത്തിനെത്തിയതെന്നും ഭക്തർ പ്രതിഷേധിച്ചില്ലെന്നും പോലീസാണ് തന്നെ മടക്കി അയച്ചതെന്നും ഇവർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇന്നലെ വൈകുന്നേരം ശബരിമല എത്തിയതിനു ശേഷം നാടകീയ രംഗങ്ങൾക്കാണ് വഴിവെച്ചത്. പോലീസിന്റെ അനുമതിയോടെ 7 മണിക്ക് മല കയറാൻ തുടങ്ങിയ ശശികലയ്ക്ക് നേരെ മരക്കൂട്ടത്ത് പ്രതിഷേധമുണ്ടായെന്ന് പോലീസ് പറയുന്നു. ആന്ധ്രയിൽ നിന്നുമായിരുന്നു ശശികലയും ഭർത്താവും മകനും ദർശനത്തിനെത്തിയത്. എന്നാൽ ഈ വാർത്തയ്ക്ക് ഘടകവിരുദ്ധമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശശികല സന്നിധാനത്തെത്തി ദർശനം നടത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കേരളത്തെ ഞെട്ടിക്കുന്നത്. ഈ ദർശനത്തിന് ശേഷം എന്തുകൊണ്ടാണ് വളരെ വിരുദ്ധമായ ഒരു മറുപടി, ഒരു മാധ്യമ വിശദീകരണം പോലീസും ശശികലയും നൽകിയത് എന്നാണ് ഇപ്പോൾ കേരളം പരിശോധിക്കുന്നത്. തന്റെ ഗർഭാശയം നീക്കം ചെയ്തിട്ടുണ്ടെന്നും തനിക്ക് ദർശനം നടത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ വളരെ വൈകാരികമായ പ്രതികരണമാണ് ശശികല ഇന്ന് രാവിലെ നടത്തിയത്. യുവതി മല കയറുന്നുണ്ടെന്ന വിവരം സന്നിധാനത്ത് അറിഞ്ഞതിനു ശേഷം പ്രതിഷേധവുമായി നാമജപക്കാരും മറ്റുള്ളവരും വലിയ നടപ്പന്തലിലെത്തിയെന്നും ഈ വിവരം പോലീസ് യുവതിയെ അറിയിക്കുകയായിരുന്നു ചെയ്തതെന്നും പോലീസ് പറയുന്നു. ഇതോടെ തിരിച്ചിറങ്ങാൻ യുവതി തയ്യാറാവുകയായിരുന്നു. താൻ ദർശനം നടത്തിയിട്ടില്ലെന്നും മരക്കൂട്ടത്ത് വെച്ച് പോലീസ് തന്നെ തിരിച്ചയച്ചു എന്നുമാണ് ശശികല പ്രതികരിച്ചത്. എന്നാൽ ഇതൊക്കെ ഒരു നാടകത്തിന്റെ ഭാഗമാണ് എന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത്. പോലീസും ശശികലയും ഒരുമിച്ച് സൃഷ്ടിച്ചെടുത്ത ഒരു നാടകമായിരുന്നു ഈ പ്രതികരണവും ഈ പ്രതിഷേധത്തിന് തുടർന്നുള്ള മടക്കവുമെന്നാണ് കൈരളി TVയും ദേശാഭിമാനി ഓൺലൈനും പുറത്തുവിടുന്ന വാർത്തകൾ കൂട്ടി വായിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് മലപ്പുറം സ്വദേശിനികൾ ശബരിമല ദർശനം നടത്തിയത് സംസ്ഥാനത്ത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു. സ്ത്രീകൾ കയറിയതിന് പിന്നാലെ നടയടച്ച് ശുദ്ധിക്രിയ നടത്തിയതിൽ തന്ത്രിയോട് ദേവസ്വം ബോർഡ് വിശദീകരണം തേടിയിട്ടുമുണ്ട്. നടയടച്ച നടപടി കോടതി ലക്ഷ്യമാണെന്ന കണ്ടെത്തലിലാണിത്. അതേസമയം തന്ത്രിയോട് വിശദീകരണം തേടിയ നടപടിയിൽ ബോർഡിൽ തന്നെ 2 പക്ഷമുണ്ട്. തന്ത്രി നടയടച്ചതും പരിഹാരക്രിയ ചെയ്തതും സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറും സർക്കാരും ആരോപിച്ചിരുന്നു. ഇനിയും ആചാര ലംഘനമുണ്ടായാൽ നടയടയ്ക്കുമെന്നും ശുദ്ധിക്രിയ ചെയ്യുമെന്നും തന്ത്രി ആവർത്തിക്കുന്നതിനിടെയാണ് ഇപ്പോൾ ശശികലയുടെ ദർശനം വിവാദമായിരിക്കുന്നത്.